ഹലോ, നമ്മള് ഇന്ന് ക്രിസ്മസിന്റെ പുൽക്കൂടുകൾ കാണാൻ ഇറങ്ങിയേക്കാണ്. അപ്പൊ വല്ലക്കുന്നിക്ക് പോവാണ്. അവിടെയുള്ള പള്ളിയില് ഏറ്റവും അടിപൊളിയായിട്ട് അവർ ക്രിസ്മസ് കൂടൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. ഇത്ര വലിയ ക്രിസ്മസ് കൂട് വേറെ സെറ്റപ്പ് വേറെ എവിടെ ഉണ്ടാവാറില്ല. അപ്പൊ അവിടേക്ക് നേരെ പോയി. വീടുകളിൽ താരതമ്യേന കുറവായിരുന്നു ഡെക്കറേഷനൊക്കെ. പക്ഷെ എന്നാലും അവിടെ ഉള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ ഒരുവിധം പോയി പള്ളിയിൽ എത്തിയപ്പോ ഉണ്ട് ഒന്നുമില്ല. ഒന്നുമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഏറ്റവും കുറഞ്ഞൊരു ഡെക്കറേഷൻ, ഒരു കൂടും രണ്ട് മാനും അത്രേ ഉള്ളൂ. അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. ഇങ്ങനെ വലിയ കാര്യത്തിൽ അവിടേക്ക് പോയതാണേ. അപ്പോ ഇത് കണ്ടിട്ട് ഞങ്ങൾ നേരെ വീണ്ടും തിരിച്ചു പോവാന്ന് വെച്ചിരിക്കുമ്പോഴാണ് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് കടുങ്ങയില് മെഗാ പുൽക്കൂട് ഒരുക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ചും കൂടി ദൂരം പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അവിടേക്ക് കയറി. അവിടെ കയറിയപ്പോൾ പാസ് ഉണ്ടായിരുന്നു. എൻട്രി ഫീസ് 20 റുപ്പീസ് ആയിരുന്നു. കുട്ടികൾക്ക് ഇഷാനിക്ക് എടുക്കേണ്ടി വന്നില്ല. ഞങ്ങളപ്പോൾ അവിടെ പോയപ്പോൾ ഹ്യൂമൻ സൈസിലുള്ള ഡോളുകളും പ്രതിമകളും വലിയൊരു കപ്പൽ, പിന്നെ ഓരോരോ മാർക്കറ്റ് ബേസാന്ന് തോന്നുന്നു. അതായത് ബത്ലഹേമിലെ ആ ഒരു മാർക്കറ്റും ഉണ്ണീശുവിൻ്റെ ജനനത്തിന് ഒരു സിംബിളൈസ് ചെയ്യാനാവണം എന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ കപ്പലുണ്ടായിരുന്നു. ശരിക്കും ഒരു നാച്ചുറൽ സൈസ് കപ്പലൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടു. ജാനുവിനൊക്കെ ഇഷ്ടമായി. ജാനു അവളുടേതായ കുറേ ഡയലോഗൊക്കെ പറയുന്നുണ്ടായിരുന്നു വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ദേ ഈ വലിയ പ്ലെയിനിൻ്റെ അടുത്തേക്ക് എത്തി. പിള്ളേർക്കൊക്കെ വലിയ സന്തോഷമായി പ്ലെയിൻ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഉള്ളിലേക്ക് കയറാൻ പറ്റും. അതിൻ്റെ ഉള്ളിലും ക്രൈസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. അതിന് നേരെ ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ എത്തിയത് ഇന്ത്യ ഗേറ്റിൻ്റെ മുന്നിലായിരുന്നു. അതെ, ഞങ്ങൾ നേരെ കൊടുങ്ങയിലെ ഇന്ത്യ ഗേറ്റിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അതും നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം എഫർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല വൃത്തിയായിട്ടും കൃത്യമായിട്ടും കാണുമ്പോൾ വിരൂപമല്ലാത്ത കറക്റ്റ് സൈസിലുള്ള ഭംഗിയുള്ള പ്രതിമകളെല്ലാം തന്നെയായിരുന്നു. ഓരോരോ ബത്ലഹേമിലേക്കുള്ള വഴികൾ അവർ ശരിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മളും ബത്ലഹേമിൽ പോയ ഒരു ഫീലിംഗ് ഒക്കെ തോന്നും നമുക്ക്. ഉണ്ണീശുവിനെ കാണാനായിട്ട് പോണ പോലെ തന്നെ, ഉണ്ണീശുവിനെ കാണാൻ വ്യാപാരികൾ വന്ന പോലെ തന്നെ നമ്മളും ഇങ്ങനെ കണ്ടു. ലാസ്റ്റ് ഞങ്ങൾ ഉണ്ണീശുവിന്റെ അടുത്തെത്തി. ഇത് വേറെയാണ് കേട്ടോ. ഉണ്ണീശുവിനെ ഐഡിയയിൽ വെച്ചതായിരിക്കണം, മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ തന്നെ ഞാനും തൊട്ടു. ഇഷാനിനെ കൊണ്ട് തൊടിയിച്ചു. എല്ലാവർക്കും സന്തോഷമായി. കാണുന്നതാണ് ആ ജനന സമയത്തെ ഒരു സീനറി. ഇനി നേരെ വീണ്ടും പോകുന്നത് ഒരു ഈജിപ്ഷ്യൻ ലുക്കോ അങ്ങനെയുള്ളൊരു വാളിലേക്കാണ്. ആ വാൾ കഴിഞ്ഞിട്ടാണ് അടുത്ത സെറ്റപ്പ് നമുക്ക് കാണാൻ പറ്റുക. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയുടെ മുന്നിലേക്ക് എത്തി. പള്ളിയുടെ മുന്നിലെത്തി കഴിഞ്ഞാൽ ആ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടോ, അത് കുറച്ച് നേരം ഇരുന്ന് കണ്ടു. പിന്നെ നേരെ ഫ്രണ്ടില് ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. ഫുഡ് കോർട്ടിന്റെ അടുത്ത് എല്ലാ വിധത്തിലുള്ള ഫുഡ് ഐറ്റംസും വളരെ വിലക്കുറവിന് തന്നെ കിട്ടി. ഇത് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെന്താ മെയിൻ പരിപാടി, അവർക്കുള്ള കളിപ്പാട്ടങ്ങൾ. ഞാനും ഈ സ്കുഷി വാങ്ങിച്ചു. പിന്നെ ഇഷാനിക്ക് ഈ ലൈറ്റ് കത്തുന്നതും വാങ്ങി. അങ്ങനെ ഒരു 10-10:30 ആയപ്പോഴേക്കും ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകണം. ശരി.